ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച ചന്ദ്രഗ്രഹണ ദിവസം എന്ന് പറയുന്നത് 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ആകാശത്ത് സംഭവിക്കുന്ന ഒരു പ്രതിഭാസം എന്നതിലുപരിയായി ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ അതിപ്രാധാന്യത്തോടെ മാത്രം നോക്കിക്കാണുവാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രഗ്രഹണ സമയത്ത് 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ വളരെയേറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഇനി പറയുവാൻ പോകുന്ന 9 നക്ഷത്രക്കാർക്ക് ചില അനർത്ഥങ്ങൾ സംഭവിക്കുവാൻ വളരെയധികം സാധ്യത നിലനിൽക്കുകയും നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില ഊരാക്കുടുക്കുകളിൽ നിങ്ങൾ പെട്ടുപോകത്തക്ക രീതിയിലുള്ള ഒരു ദോഷസമയം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഇത്. ഏറ്റവും പ്രധാനമായി ഈ ചന്ദ്രഗ്രഹണ ദിവസം ഇനി പറയുവാൻ പോകുന്ന 9 നക്ഷത്രക്കാരിൽ വലിയ രീതിയിലുള്ള ചില അനർത്ഥങ്ങളും ജീവഹാനിയും വരെ കാണുന്നു. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസം 28 വെള്ളിയാഴ്ച ചന്ദ്രഗ്രഹണ ദിവസം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ആ 8 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും നിങ്ങളെ ബാധിച്ചേക്കാവുന്ന ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുവാനായി നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട പരിഹാര കർമ്മത്തെ പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചന്ദ്രഗ്രഹണ ദിവസം അനർത്ഥങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കുവാൻ വളരെയധികം സാധ്യത തെളിഞ്ഞു കാണുന്ന 9 നക്ഷത്രക്കാരും ഈ അധ്യായത്തിൽ പറയുന്ന പരിഹാര കർമ്മം തീർച്ചയായും ചെയ്തിരിക്കണം. ഇനി ഒരു പക്ഷേ ഈ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ നിങ്ങളല്ല എങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ പരിഹാരം ചെയ്തു എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച ചന്ദ്രഗ്രഹണ ദിവസം ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ചില പ്രതിസന്ധികളും ആപത്തനർത്ഥങ്ങളും ഒരു ഇരുണ്ട നിഴൽ പോലെ പിന്തുടരുവാൻ സാധ്യത വളരെയധികം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് അത്തം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില അത്തം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഒട്ടേറെ വെല്ലുവിളികൾ അനുഭവിക്കേണ്ടി വരുന്നവരാണ്. എന്നാൽ നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികളാണോ ഇതുവരെ തരണം ചെയ്തിരുന്നത്, അതിലും കാഠിന്യമേറിയ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന ദിവസമായിരിക്കും ഈ ഓഗസ്റ്റ് 28 എന്ന് പറയുന്നത്. മാത്രമല്ല, അന്നേ ദിവസം പിറക്കുന്ന സമയം മുതൽ ചില അത്തം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് മാനസികമായി എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയും കുടുംബത്തിനുള്ളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടും തന്നെ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അവസ്ഥ അനുഭവിക്കേണ്ടിയും വന്നേക്കാം. ഇനി ഇതിലെല്ലാം ഉപരിയായി നിങ്ങളുടെ ജീവന് വരെ ആപത്താവുന്ന തരത്തിലുള്ള എന്തൊക്കെയോ പ്രതികൂലമായ സാഹചര്യങ്ങളും ഈ ഒരു സമയത്ത് അത്തം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിൽ കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ചന്ദ്രഗ്രഹണ ദിവസം അത്തം നക്ഷത്രക്കാർ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകാതെ ഒരു കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കരുത്. മാത്രമല്ല, അപകട സാധ്യതകൾ നിലനിൽക്കുന്ന തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും സാഹസിക പ്രവർത്തികളിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുമെല്ലാം തന്നെ അന്നേ ദിവസം വളരെയേറെ ശ്രദ്ധിക്കുകയും ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം. ഇനി അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈശ്വരാധീനം നിങ്ങൾ വളരെയേറെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ചന്ദ്രഗ്രഹണ ദിവസം രാവിലെ തന്നെ അത്തം നക്ഷത്രക്കാർ ഗണപതി ക്ഷേത്രം സന്ദർശിക്കുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ തന്നെ അവസാനമായി പറയുവാൻ പോകുന്ന പരിഹാര കർമ്മം നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. ഇനി ഈ ചന്ദ്രഗ്രഹണ ദിവസം
ചില അനർത്ഥങ്ങളും അപകടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു ദോഷസമയം തെളിഞ്ഞു കാണുന്ന രണ്ടാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പൂരാടം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പൂരാടം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒട്ടേറെ ദുരനുഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജീവിതത്തിലെ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ ചന്ദ്രഗ്രഹണ ദിവസം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് തന്നെ വലിയ രീതിയിലുള്ള ചില സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വരികയും ചെറിയ ശ്രദ്ധക്കുറവ് കൊണ്ട് പോലും വലിയ ധനനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുവാനുള്ള സാധ്യത ഒട്ടേറെയാണ്. അതിനാൽ തന്നെ നിങ്ങൾ അത്രയധികം പ്രാധാന്യം നൽകുന്ന ഒരു സാമ്പത്തിക ഇടപാടുകളും ശുഭകാര്യങ്ങളും ഈ ചന്ദ്രഗ്രഹണ ദിവസം പൂരാടം നക്ഷത്രക്കാർ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അതുകൂടാതെ തന്നെ വലിയ രീതിയിലുള്ള ചില അനർത്ഥങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ പതിയിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അതിനാൽ തന്നെ മുതിർന്നവരായിരുന്നാലും കുട്ടികളായിരുന്നാലും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇത്. പ്രത്യേകിച്ച് ചില നിസ്സാരമായ വാക്ക് തർക്കങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ചില അപകടങ്ങളിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലുള്ള എന്തൊക്കെയോ സാഹചര്യങ്ങൾ പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അന്നേ ദിവസം ഉണ്ടായേക്കാം. അതിനാൽ തന്നെ ഈ ദോഷസമയം നിങ്ങളെ ബാധിക്കാതിരിക്കുവാനായി പരമാവധി നിങ്ങൾ സ്വയം ആത്മസംയമനം പാലിക്കുകയും ഈശ്വരാധീനം തേടുകയും വേണം. അതിനായി ഈ വെള്ളിയാഴ്ച രാവിലെ തന്നെ പൂരാടം നക്ഷത്രക്കാർ ദേവീക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ഒപ്പം തന്നെ അവസാനം പറയുവാൻ പോകുന്ന പരിഹാര കർമ്മം ഒരു കാരണവശാലും മുടക്കാതെ നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി മൂന്നാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ചന്ദ്രഗ്രഹണ ദിവസം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് പോലും ചിന്തിച്ചു പോകത്തക്ക രീതിയിലുള്ള ചില ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു ദിവസമായിട്ടായിരിക്കും ചില വ്യക്തികൾക്ക് അനുഭവപ്പെടുക. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഇതുവരെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോയിരുന്ന ചില ബന്ധങ്ങളിൽ വരെ തെറ്റിദ്ധാരണകൾ ഉടലെടുക്കുകയും ബന്ധങ്ങൾക്കുള്ളിൽ വിള്ളലുകൾ വീഴുകയും ചെയ്യുന്ന തരത്തിലുള്ള ദുരനുഭവങ്ങൾ ചില തൃക്കേട്ട നക്ഷത്രക്കാരിൽ ഉണ്ടായേക്കാം. മാത്രമല്ല നിയന്ത്രിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള കോപം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദോഷങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. ഇനി ഇതിലെല്ലാം ഉപരിയായി നിങ്ങളുടെ ജീവന് പോലും ആപത്താവുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളിലും നിങ്ങൾ പോലും അറിയാതെ ചെന്നെത്തിപ്പെടുവാൻ തക്കതായ ഒരു സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചന്ദ്രഗ്രഹണ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം കൈകാര്യം ചെയ്യുകയും അപകട സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ചന്ദ്രഗ്രഹണ ദിവസം നിങ്ങൾ ആ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കൂടാതെ തന്നെ ചന്ദ്രഗ്രഹണ ദിവസം പിറക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശിവക്ഷേത്രം സന്ദർശിക്കുകയും ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും വേണം. മാത്രമല്ല ഈ അധ്യായത്തിൻ്റെ അവസാനം പറയുവാൻ പോകുന്ന പരിഹാര കർമ്മം നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. ഇനി നാലാമതായി ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ചന്ദ്രഗ്രഹണ ദിവസം ചില അനർത്ഥങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാനുള്ള സാധ്യത വളരെയധികം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പുണർദം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പുണർദം നക്ഷത്രത്തിൽ പിറന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച എന്തെങ്കിലും തരത്തിലുള്ള ദൂരയാത്രകൾ ചെയ്യുവാനായി തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ആ യാത്ര പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം അന്നേ ദിവസം നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ വഴിമധ്യേ തടസ്സങ്ങളും
അപകടങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയേറെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും ജീവനും കോട്ടം തട്ടുന്ന ഒരു വിധത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ അന്നേ ദിവസം ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ഒപ്പം തന്നെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുവാൻ പുണർദം നക്ഷത്രക്കാർക്ക് അന്നേ ദിവസം ഉത്തമമല്ല. അതുപോലെ തന്നെ ഈ ചന്ദ്രഗ്രഹണ ദിവസം ചില പുണർദം നക്ഷത്രക്കാരുടെ വീടുകളിൽ എന്തൊക്കെയോ തരത്തിലുള്ള സമാധാനക്കേടുകൾ ഉണ്ടാവുകയും പരസ്പരം കുത്തുവാക്കുകൾ പറയുകയും അത് കലഹത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില ദുരവസ്ഥകളും ഉണ്ടാകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ദോഷങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുക്തി ലഭിക്കുവാനായി കൂടുതൽ ഈശ്വരാധീനം നിങ്ങൾ തേടേണ്ടതുണ്ട്. അതിനായി ചന്ദ്രഗ്രഹണ ദിവസം രാവിലെ തന്നെ പുണർദം നക്ഷത്രക്കാർ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അതോടൊപ്പം തന്നെ അവസാനം പറയുവാൻ പോകുന്ന പരിഹാര കർമ്മവും നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി ഈ ചന്ദ്രഗ്രഹണ ദിവസമായ ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച അതിനിർണായകമായ ഒരു സമയമായി കാണപ്പെടുന്ന നക്ഷത്രക്കാരായി വരുന്നത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അന്നേ ദിവസം നിങ്ങൾക്ക് കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരികയും കിടന്നാൽ ഉറങ്ങാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് രോഹിണി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ സമാധാനപരമായി നേരിടുവാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും നിങ്ങളുടെ ജീവിതം എത്തിപ്പെടുക. ഇനി ഇതിലെല്ലാം ഉപരിയായി ഈ ചന്ദ്രഗ്രഹണ ദിവസം രോഹിണി നക്ഷത്രക്കാരിൽ ഒരു കരിനിഴൽ പോലെയാണ് ആപത്ത് പതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്നേ ദിവസം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും കോട്ടം തട്ടുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകരുത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും നിങ്ങളുടെ ജീവിതം എത്തിപ്പെടുക. പ്രത്യേകിച്ച് ദൂരയാത്രകളും കാഠിന്യമേറിയ ജോലികളും അന്നേ ദിവസം നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈശ്വരാധീനം നിങ്ങളിൽ വളരെയേറെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രഗ്രഹണ ദിവസം രാവിലെ തന്നെ രോഹിണി നക്ഷത്രക്കാർ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതോടൊപ്പം തന്നെ അവസാനം പറയുന്ന പരിഹാര കർമ്മവും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇനി ഈ ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച ചന്ദ്രഗ്രഹണം വളരെ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുവാൻ പോകുന്ന 6ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പൂയം നക്ഷത്രക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പൂയം നക്ഷത്രക്കാരായിട്ടുള്ള പല വ്യക്തികളും ഇപ്പോൾ തന്നെ ജീവിതത്തിൽ അതികാഠിന്യമേറിയ ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒട്ടനവധി അനിശ്ചിതത്വങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ചന്ദ്രഗ്രഹണ ദിവസം പൂയം നക്ഷത്രക്കാർ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വളരെയേറെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. കാരണം നിങ്ങളിലേക്ക് പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുകയും എന്നാൽ ചില തടസ്സങ്ങൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പൂയം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇത്. മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥതകളോ രോഗാവസ്ഥകളോ അനുഭവിക്കുന്ന ഒരു പൂയം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും ഈ ചന്ദ്രഗ്രഹണ ദിവസം നിങ്ങൾ ആരോഗ്യ പ്രശ്നത്തെ നിസാരമായി തള്ളിക്കളയരുത്. അതോടൊപ്പം തന്നെ ഈ ഒരു ദോഷസമയം കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ബാധകമായതിനാൽ തന്നെ ചെറിയ കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഈ ചന്ദ്രഗ്രഹണ ദിവസം പൂയം നക്ഷത്രക്കാർ ശനീശ്വര ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ഈശ്വരാധീനത്തിന് പ്രാധാന്യം നൽകുകയും വേണം. ഒപ്പം തന്നെ അവസാനം പറയുവാൻ പോകുന്ന പരിഹാര കർമ്മം നിങ്ങൾ മുടക്കാതെ ചെയ്തിരിക്കണം.
ഇനി ഏഴാമതായി വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ഇപ്പോഴുള്ളത്. കാരണം ഓരോ പ്രശ്നങ്ങളെയും നിങ്ങൾ തരണം ചെയ്ത് ജീവിതം തന്നെ നിങ്ങൾക്ക് മടുത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, ഈ ചന്ദ്രഗ്രഹണ ദിവസമായ ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച ഏതൊക്കെയോ അനിഴം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അത് വലിയ ഒരു വഴക്കിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതായത് ഈ ഒരു ദിവസം പൊതുവെ നിങ്ങൾക്ക് മനസമാധാനം എന്ന് പറയുന്നത് ലഭിക്കുവാൻ പ്രയാസമായിരിക്കും. മാത്രമല്ല, ഈ ചന്ദ്രഗ്രഹണ ദിവസം അനിഴം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ഇനി ആ വ്യക്തി നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും കോട്ടം തട്ടുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ സ്വയം ശ്രദ്ധിക്കണം. ഇനി അനിഴം നക്ഷത്രക്കാരിൽ ഈശ്വരാധീനം വളരെയധികം നിലനിൽക്കുവാനായി ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച രാവിലെ തന്നെ അടുത്തുള്ള ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ അവസാനം പറയുവാൻ പോകുന്ന പരിഹാര കർമ്മം കൂടി നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി എട്ടാമതായി ഈ ചന്ദ്രഗ്രഹണ ദിവസം അതിനിർണായകമായ ഒരു സമയത്തിലൂടെ കടന്നു പോകുവാനിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന പല വ്യക്തികളും ഇപ്പോൾ തന്നെ സാമ്പത്തികമായി വളരെ വലിയ തകർച്ചയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നങ്ങൾ ഈ ചന്ദ്രഗ്രഹണ ദിവസം ഇനി അധികരിക്കുവാൻ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് ഫലപ്രകാരം കാണുന്നത്. അതായത് നിങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചില ആശങ്കകൾ ഉണ്ടാവുകയും ചില തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം അനുഭവിക്കേണ്ടി വരികയും ചെയ്തേക്കാം. മാത്രമല്ല, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ഒരു ദിവസം ഉത്രാടം നക്ഷത്രക്കാർക്ക് വെല്ലുവിളികളാണ് അനുഭവത്തിൽ വരുവാൻ സാധ്യത നിലനിൽക്കുന്നത്. വെറും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നതിലുപരി ചില ആപത്തുകളും ജീവഹാനിക്ക് കാരണമായേക്കാവുന്ന തരത്തിലുള്ള അനർത്ഥങ്ങളും വരെ ഈ ഒരു സമയത്ത് ഉത്രാടം നക്ഷത്രക്കാരെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും നിങ്ങൾ ശ്രദ്ധിക്കുകയും ഈശ്വരാധീനം നിങ്ങൾ മുറുകെ പിടിക്കുകയും വേണം. അതിനായി ഉത്രാടം നക്ഷത്രക്കാർ ചന്ദ്രഗ്രഹണ ദിവസമായ ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച രാവിലെ തന്നെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും അതോടൊപ്പം തന്നെ അവസാനം പറയുവാൻ പോകുന്ന പരിഹാര കർമ്മം ചെയ്യുന്നതും ഏറ്റവും ഉത്തമമാണ്. ഇനി ഈ ചന്ദ്രഗ്രഹണ ദിവസം ഒട്ടേറെ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരായി വരുന്നത് ചതയം നക്ഷത്രക്കാരാണ്. നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരു കാര്യങ്ങളും ചെയ്തിട്ടും ശരിയാകുന്നില്ലാത്ത തരത്തിലുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതായത് ചെന്നു തൊടുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പരാജയമാണ് നേരിടേണ്ടി വരുന്നത്. മാത്രമല്ല, ഈ ചന്ദ്രഗ്രഹണ ദിവസം നിങ്ങൾക്ക് ദോഷകരമായി നിൽക്കുന്നതിനാൽ തന്നെ ഈ ഒരു സമയത്ത് മനസ്സിൽ എന്തൊക്കെയോ ഭയവും ആശങ്കകളും നിങ്ങൾക്ക് ഉണ്ടാവുകയും അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരികയും ചെയ്യും. അതിനെല്ലാം ഉപരിയായി ജീവന് ആപത്താകുന്ന തരത്തിലുള്ള ചില അപകട സാധ്യതകളും ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുൻപിലുണ്ട്. അതിനാൽ തന്നെ ചതയം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ആരും തന്നെ ഈ ഒരു ദിവസം ദൂരയാത്രകൾ ചെയ്യുവാനും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയും തിരഞ്ഞെടുക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ ഈശ്വരാധീനം നിങ്ങൾക്ക് ലഭിക്കുവാനായി ചന്ദ്രഗ്രഹണ ദിവസം രാവിലെ തന്നെ നിങ്ങൾ ശിവഭഗവാനോട് പ്രാർത്ഥിക്കുകയും ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നേടിയെടുക്കുകയും വേണം. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും തീർച്ചയായും ചെയ്തിരിക്കേണ്ട പരിഹാര കർമ്മത്തെ പറ്റിയാണ് പറയുവാൻ. ഇനി ഈ ദോഷകരമായ സാഹചര്യങ്ങളും അനർത്ഥ സാധ്യതകളും ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച പകൽ സമയത്തും നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ ഈ പരിഹാര കർമ്മം നിങ്ങൾ ചെയ്യേണ്ടത് ഓഗസ്റ്റ് 28 രാവിലെ തന്നെയാണ്. അതായത് രാവിലെ 6 മണി മുതൽ
8 മണി വരെയുള്ള സമയത്ത് വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു നാരങ്ങയും ഒരു പിടി കല്ലുപ്പും കയ്യിലെടുക്കുക. അതിനുശേഷം തല മുതൽ കാലുവരെ 3 അല്ലെങ്കിൽ 7 തവണ ഒഴിഞ്ഞ് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കാവുന്നതാണ്. ഇത് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ 108 തവണ ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദോഷങ്ങളെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ചെറുത്തു നിൽക്കുവാൻ കഴിയും. അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ നക്ഷത്രക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവർക്കും പറഞ്ഞു കൊടുക്കുകയും വേണം. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.